ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു വലിയ കാര്യം ചർച്ചയാണ്. കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നു ഗവൺമെന്റ്. കോൺഗ്രസ് ഗവൺമെന്റിന്റെ ഒരു വലിയ നേട്ടമാണെന്നാണ് നമുക്ക് എല്ലാവർക്കും പറയാൻ സാധിക്കും. അപ്പോൾ അതിന് ചർച്ചയാവുകയാണ് ഇവിടെ. നമുക്കിവിടെ വന്നിരിക്കുന്നവർ പല അതിഥികളും. നമുക്ക് ആദ്യം ധനഞ്ചോട് ചോദിക്കാം. പറയൂ, എന്താണ് താങ്കൾ പറയാനുള്ളത്? അതായത് ഈ സൗജന്യ യാത്രയെ പറ്റി. സൗജന്യ യാത്ര എന്നൊക്കെ പറയുമ്പോൾ സൗജന്യ യാത്രയാണല്ലോ. യാത്ര സൗജന്യമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളാണെന്ന് എനിക്കറിയാം. അപ്പോ എന്താണ് ഈ സൗജന്യ യാത്രയെ പറ്റി പറയാനുള്ളത്? സൗജന്യമായിട്ട് യാത്ര ഇങ്ങനെ അവൈലബിൾ ആക്കുന്നതിനോട് എനിക്ക് ചെറിയ രീതിയിൽ വിയോജിപ്പുണ്ട്. പക്ഷെ നല്ലതാണ്. സോഷ്യൽ മീഡിയയിലെ വലിയ സെലിബ്രിറ്റി ആയിട്ടുള്ള ആരോട്ടുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ആരോട്ടോട് ചോദിക്കാം. ആരോട്ടനാണ് വിളിക്കേണ്ടത്? സന്തോഷ് വർക്കിന്നാണ് വിളിക്കേണ്ടത്? എന്തുകൊണ്ട് വിളിച്ചാലോ? എന്തെങ്കിലും വിളിച്ചോ? എന്തെങ്കിലും പറഞ്ഞു. നോ കമന്റ്സ്. അങ്ങനെയല്ല. താങ്കൾക്ക് എന്താണ് ഇത് നേട്ടമുണ്ടോ? സ്ത്രീകൾക്ക് എന്താണ് നേട്ടം സൗജന്യമായ യാത്ര നടത്തിയാൽ? വീട്ടിൽ കാശ് കിട്ടുന്ന പുള്ളി പറയണം. വീട് സതീശൻ പറയുന്നു ഒരുപാട് കാശ് കിട്ടുമെന്ന് സ്ത്രീകൾക്ക്. പിന്നെ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? വി ഡി സതീശൻ മറ്റേ അദാനി ഗ്രൂപ്പിനെ മീറ്റ് ചെയ്യാൻ പോയത് ഇവർ മുക്കിയിട്ടുണ്ട്. താങ്കളുടെ ചാനൽ അടക്കം മുക്കിയിട്ടുണ്ട്. താങ്കളുടെ ചാനൽ മുക്കി. അന്ന് നിങ്ങൾ ഞാൻ എന്റെ കുടുംബത്താണെങ്കിലും മുക്കും. അതങ്ങനെയാണ്. അത് ഞാൻ എന്നെ മുക്കുന്ന അതെനിക്ക് സ്വാഭാവികമാണ്. പ്രശ്നമല്ല. പറയൂ. സതീശൻ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ സതീശൻ ഈ വിഷയത്തിൽ അദാനി ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് മംഗലാപുരത്ത് പോയി അദാനി ഗ്രൂപ്പുമായിട്ട് മീറ്റിംഗ് നടത്തിയതുകൊണ്ട് വി ഡി സതീശൻ എന്ന് പറയുന്ന അന്നത്തെ നിയുക്ത മുഖ്യമന്ത്രി ഇന്നത്തെ മുഖ്യമന്ത്രി കാണാൻ പോയി. ഉൾപ്പെടെ മുക്കി. റിപ്പോർട്ടർ ടി വി മുക്കി. ബി ജെ പി ഗവൺമെന്റ് ഇവിടെ 3 സീറ്റ് നേടി. വല്ലതും പറയാനുണ്ടോ നിങ്ങൾക്ക്? ഇല്ല, അതെ. നമുക്ക് സന്തോഷ് വർക്കി എന്തോ ചോദിക്കുന്നു. സന്തോഷ് വർക്കി, അതായത് ഈ യാത്ര സൗജന്യമാക്കുന്നതും ബി ജെ പിയും മറ്റേ ചാർട്ടർ ഫ്ലൈറ്റും തമ്മിൽ എന്താണ് ബന്ധം? ചാർട്ടർ ഫ്ലൈറ്റിലും ടിക്കറ്റ് ഫ്രീ ആക്കിയോ? എന്ത് വി ഡി സതീശൻ പിന്നാക്ക് വിജയനെക്കാളും ബെറ്ററാണ്. സന്തോഷ് വർക്കി പറയുകയാണ് പിണറായി വിജയനെക്കാളും ഉമ്മൻചാണ്ടിയെക്കാളും ഒക്കെ ബെറ്ററാണ് വി ഡി സതീശൻ എന്നാണ് പറയുന്നത്. ചർച്ച വേറൊരു ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് ഇനി കുറച്ചു നേരം ബ്രേക്ക് എടുക്കാം. അയ്യോ, കുറച്ച് വെള്ളം തന്നെ. വരികയാണ്. ഇന്ന് നമുക്ക് വീണ്ടും ചോദിക്കാം, എന്താണ് നിങ്ങൾ പറയുന്നത്? ചാർട്ടേഡ് ഫ്ലൈറ്റും ഫ്രീ ആക്കിയെന്നോ മറ്റോ പറയുന്ന കേട്ടല്ലോ. എന്താണ് അങ്ങനെ ആണെങ്കിൽ ഗവൺമെന്റ് ഇത്തരം ചാർട്ടേഡ് ഫ്ലൈറ്റുകളടക്കം ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടതുണ്ട്. ഇവിടുത്തെ പിന്നെ വേറെ കാര്യമുണ്ട്. വി ഡി സതീശൻ അല്ലെങ്കിൽ പിണറായി വിജയൻ അല്ലേ, ഇവരൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറയുന്നതിനോടും എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം ആര് ഈ ഇത്തരം സ്ഥാനങ്ങളിൽ വന്നാലും അവരെ ചുറ്റുമുള്ളവർക്ക് ഫേവറബിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുള്ളത് ഈ നാട്ടിലെ ഏത് മനുഷ്യനും അങ്ങനെ തന്നെ ചെയ്യും. അല്ലെങ്കിൽ പിന്നെ ആരായിരിക്കണത്? അധികാരവും പണം കൈ കിട്ടി കഴിഞ്ഞാൽ ആൾക്കാരും എന്ത് ചെയ്യുമെന്ന് പറയുന്നത് സാധാരണ മനുഷ്യരിൽ ഇവരൊക്കെ അല്ലാതെ ഇവരൊക്കെ വേറെ ആരെങ്കിലും ആണോ? ഇവിടെ ഉള്ളവർ തന്നെയല്ലേ ഈ കേരളത്തിലുള്ള മനുഷ്യരാണ്. ആരത്? എ കെ ആന്റണിയോ? ഇതൊക്കെ എന്തീ പറയണേ? ഫേവറബിൾ ആയിരിക്കോ? ഫേവറബിൾ ആവോ? ഫേവറബിൾ ആയിട്ട് അങ്ങനെ പറ്റില്ല. അത് ശരിയല്ല. കാര്യങ്ങൾ പോരുത്. നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്ക് എടുത്തേക്കാം. ഇവര് ബ്രേക്ക് ചെയ്യട്ടെ. ഇനി അടുത്തത് എന്തായിരിക്കും? ഈ യാത്ര ഇനി എത്ര നാൾ തുടരും? 5 വർഷം ഭരിക്കുമ്പോഴും യാത്ര തുടരാൻ പോലില്ല. നഷ്ടത്തിൽ വരും. നഷ്ടം വരുമ്പോൾ നിർത്തിക്കോളും. എങ്ങനെയായിരിക്കും നഷ്ടത്തിൽ വരുന്നത്? ഇതാ സമയത്ത് ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി സപ്പോർട്ടിന് വേണ്ടി പറഞ്ഞ മണ്ടത്തരമാണ്. ഓക്കെ, അത് നഷ്ടത്തിലാകുമെന്നാണ് ഈ ആരോട്ടോട് പറയുന്നത്. അപ്പൊ നമുക്കിനി വാഴയോട് ചോദിക്കാം. അതല്ല, ഇവിടെ തെങ്ങിനോട് ചോദിക്കാം. അല്ല വേണ്ട, തേങ്ങ വീഴുന്നു. തേങ്ങ വീണ് അതായത് സർക്കാർ സംവിധാനങ്ങൾ മൊത്തത്തിലേ ജനങ്ങൾ യൂട്ടിലിറ്റിക്ക് വേണ്ടി പേ ചെയ്യുന്ന സർക്കാർ സംവിധാനങ്ങളെല്ലാം തന്നെ ഫ്രീ ആവേണ്ടതുണ്ട്. അത് ഈ പറയുന്ന ജെൻഡർ വ്യത്യാസം ഇല്ലാതെ സകല സംവിധാനങ്ങൾ യൂട്ടിലിറ്റിക്ക് വേണ്ടി ജനങ്ങൾ പേ ചെയ്യാൻ പാടുള്ള സർക്കാരിന് കീഴിൽ വരുന്ന ഒരു സംവിധാനത്തിൽ. അതായത് യൂട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് പേ ചെയ്യേണ്ട ഒരു സാഹചര്യം സർക്കാർ സംവിധാനങ്ങൾ ഒന്നിനും പാടില്ല. അത് എഡ്യൂക്കേഷൻ ഉൾപ്പെടെ നമ്മുടെ ട്രാൻസ്പോർട്ട് ഉൾപ്പെടെ മെഡിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഫ്രീ ഓഫ് കോസ്റ്റ് പരിപാടികൾ എല്ലാം ഫ്രീ ആയിട്ട് വേണമെന്നാണ് പറയുന്നത്. എല്ലാം ഫ്രീ ആയിട്ട് പറ്റുമോ? അങ്ങനെയല്ല, അല്ലല്ല, ചർച്ച വഴിയിട്ട് പോകുന്നു. ചോദിക്കാം. ഓൾറെഡി നഷ്ടത്തിലാണ് പല കാര്യത്തിലും നഷ്ടത്തിലാണ് ഗവൺമെന്റ്. അപ്പൊ പിന്നെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുത്ത് നടക്കും? ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റൊന്നുമില്ല. ഓൾറെഡി കോടിക്കണക്കിന് രൂപ നഷ്ടത്തിലാണ് ഇരിക്കുന്നത്, ലോസിലാണ്. എന്നാരാണ് പറഞ്ഞത് സർക്കാർ നഷ്ടത്തിലാണെന്ന്? ഇവിടുത്തെ ആറെണ്ണം പറയുന്നുണ്ട്. ആരാണ്? താങ്കൾ പറയൂ ഡെന്നിസ്. താങ്കൾക്ക് ഇതിന്റെ കണക്കുകൾ കൃത്യമായിട്ട് അറിയാമോ?
ട്രാൻസ്പെറൻസി കണക്കുകൾ താങ്കളെ mic കൊണ്ട് പിടിച്ചോ. കണക്കിൽ ഞാൻ വീക്കാം. ഞാനപ്പോ ഒന്ന് വാമ പേട്ടെ പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ ആ നിങ്ങൾ പറഞ്ഞോളൂ. ഞാൻ വാമപ്പ കണ്ടിരുന്നു പോയി. നല്ല ക്യൂട്ടാട്ടോ, നല്ല രസമുണ്ട്. ജനങ്ങൾ ഈ പറഞ്ഞ പോലെ എന്താ തമ്മിൽ തല്ല് പരിപാടിയിലൊക്കെ സ്വാഗതം. തമ്മിൽ തല്ല് പരിപാടി ഒറ്റയടിയാ. അയ്യോ ഒഴിവാക്കാൻ വേണ്ടി ട്രാൻസ്പെറൻസി സിസ്റ്റം കൊണ്ടുവരണം. ട്രാൻസ്പെറന്റ് ഫണ്ട് മാനേജ്മെന്റ് ആൻഡ് ഫണ്ട് റേസിംഗ് സിസ്റ്റം ഉള്ള ചാറ്റ് വിത്ത് ക്ലാരിറ്റിയുടെ എന്താ പറയണ്ടേ വെബ്സൈറ്റും ആപ്പും ഒക്കെ അവൈലബിൾ ആണ്. അത് തൽക്കാലത്തേക്ക് ചാരിറ്റി തട്ടിപ്പ് മാത്രമേ നിർത്താൻ കഴിയത്തുള്ളൂ. ഗവൺമെന്റിന്റെ തട്ടിപ്പ് നിർത്തണമെങ്കിൽ ട്രാൻസ്പെറന്റ് ഗവർണൻസ് വേണം. ഗണേഷ് കുമാറിനെ തോപ്പിക്കുമല്ല, തോറ്റില്ലേ ഇലക്ഷൻ തോറ്റല്ലോ. അയാൾ KSRTC ആണെങ്കിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ്. എങ്ങോട്ട് നല്ല ഇല്ലോ. നന്നായി ഗണേഷ് കുമാർ നന്നായിട്ട് KSRTC എങ്ങോട്ടോ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ അത് തട്ടിപ്പറിച്ചു എന്നാണ് ഈ ആറാട്ട് അണ്ണൻ സന്തോഷ് വർക്കി പറയുന്നത്. എവിടേക്കാണ് ആ ബസ്സുകൾ ഇറക്കി വിട്ടത്? അല്ലേ ഗണേഷ് കുമാർ കൊണ്ടുപോയിരുന്ന പെപ്സിയുടെ പ്രൊമോഷൻ ഇപ്പൊ കേറി മാർക്കറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് കയറും. കുടിച്ചോളൂ. എനിക്ക് ഞാൻ മേടിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. പറഞ്ഞു. ചോദ്യം എന്തായിരുന്നു? ഗണേഷ് കുമാർ KSRTC എങ്ങോട്ട് കൊണ്ടുപോയായിരുന്നു, അത് ഇടയ്ക്ക് വെച്ച് ആരോ തട്ടിപ്പറിച്ചെന്നോ അത് വേണ്ടായിരുന്നു എന്നൊക്കെ സന്തോഷ് വർക്കി ആറാട്ടണ്ണൻ എന്ന് പറയുന്ന സന്തോഷ് വർക്കിയോട് പറയട്ടെ. അപ്പൊ എന്താണ് അത് ധനഞ്ജയ്ക്ക് പറയാനുള്ളത്? അല്ല ഡെന്നിസ് പറയൂ. അല്ല വേണ്ട ഡെന്നിസ് പറയൂ. ഈ ശ്രീകണ്ഠൻ നായരാ, അയാളെ എത്രയും വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അത് കേസാവും. അന്ന് ഇതിന് കേസില്ല. കേസാവില്ല. അങ്ങനല്ല, കേസാവില്ല. ഇത് കേസാവും. ഇത് കേസാവും. ഇത് കേസാവില്ല. ഇതാണ് അണ്ണന്റെ കോഡ്. തിരിച്ച് ഇതും കേസാവില്ല, ഇതും കേസാവില്ല. ഇത് കേസാ. അത് കേസാ. അപ്പൊ നമുക്ക് ചർച്ചയിലേക്ക് വീട് വരാം. ഒരു ബ്രേക്ക് കഴിഞ്ഞിരിക്കുന്നു, പെപ്സി ബ്രേക്ക് ആയിരുന്നു. ഇനിയിപ്പോ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ സ്ത്രീകളല്ലാതെ മറ്റേതെങ്കിലും പുരുഷന്മാര് ഒരു പ്രാവശ്യം ടിക്കറ്റ് എടുക്കാനോ മറ്റോ പറ്റിയില്ലെങ്കിൽ അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം? അല്ല, അതായത് എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ എങ്ങനെ ട്രീറ്റ് ചെയ്യണം? നേരെ അവര് സ്ത്രീ ആയിട്ട് ട്രീറ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും? സ്ത്രീ ആണെന്ന് പറഞ്ഞ എന്ത് ചെയ്യും? ഞാൻ ഇപ്പൊ പറയണം, ഞാനൊരു ഫീമെയിൽ ആയിട്ട് ഐഡന്റിഫൈ ആണ്. സെൽഫ് ഹലോ, എനിക്കൊരു കാര്യം പറയണ്ട. ആർക്കും ഫ്രീ കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ പരിപാടി വരെ തമ്മിത്തല്ലുന്നുണ്ടോ? ചെവിക്കല്ല് അടിച്ചു കൊടുക്കും. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാൻ പോകും. മറ്റൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ ഞാനൊരു സ്ത്രീ ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് ഞാൻ ബസ്സിൽ കയറി എനിക്ക് ഫ്രീ ആയിട്ട് ടിക്കറ്റ് ഇല്ല. അന്ത് കോണാത്തിലെ പരിപാടി അത് എന്താ കാണിക്കണം? ഏത്? അപ്പൊ ഇവരെ കാണിച്ചു കൊടുക്കണോ? നമ്മൾ കേറിയിട്ട് കാണിക്കണോ പാസ്? അപ്പൊ ഫീമെയിൽ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണം. ജാസിക്ക് ബസ്സിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ സീൻ ഔട്ടോ. ജാസിക്ക് ബസ്സിൽ കയറിയില്ലെങ്കിൽ കേരളം കത്ത് സർജറി കഴിഞ്ഞു. ജാസി ഗിഫ്റ്റ് എന്തൊക്കെയല്ലേ? ഓൾറെഡി നഷ്ടത്തിലാണ്, ആർക്കും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോ ഈ ആഴ്ചത്തെ ഈ ആഴ്ചത്തെ തമ്മിൽ തല്ല് പരിപാടി അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത ആഴ്ചത്തെ തമ്മിൽ തല്ലിന് പറയാനോ തമ്മിൽ തല്ല ഇത്രയും കടം ബാക്കിയുള്ളവർക്കുണ്ട്. ഓൾറെഡി കടത്തിലല്ലേ. അല്ല, അതായത് ബഹുഭൂരിപക്ഷം രാജ്യങ്ങളിലും ഈ പറയുന്ന പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് നഷ്ടത്തിലാണ്. അത് ലാഭത്തിലാവേണ്ട ഒരു ലോസ് ഇല്ലല്ലോ. ഏത് ലോസ്? ഓവറോൾ ഭയങ്കര ലോസ് അല്ലേ? ഓവറോൾ മിക്ക രാജ്യങ്ങളിലും ലോസിലാണെന്നേ. മനസ്സിലായോ? അതിന് വേറെ വഴികൾ കണ്ടുപിടിക്കാവുന്നതാണ്. സാധനമല്ല, ഒന്നാണ് കറപ്ഷൻ കളയാൻ ആക്കാനും പറ്റും. ഇവിടെ ആകെ ഉള്ളത് മദ്യവും ലോട്ടറിയേ ഉള്ളൂ. ട്രാൻസ്പെറൻസി സത്യം, മദ്യവും ലോട്ടറിയേ ഉള്ളൂ. അല്ല, ലോട്ടറിയുടെ ഒക്കെ ലാഭം വെച്ചിട്ട് ഇതിനെ കോർണർ ചെയ്തൂടെ? ലോട്ടറി മൊത്തം ഇത്ര നടന്നത്. ലോട്ടറിയുടെ ലാഭം വെച്ചിട്ട് ഇതിനെ ക്രോസ് ചെയ്തൂടെ? മദ്യത്തിൽ നിന്ന് ഇവര് 110% ലാഭം ഉണ്ടാക്കുന്നില്ലേ? അല്ല, ട്രാൻസ്പെറൻസി കൊണ്ടുവരണം. കറപ്ഷനിലാണ് ഏറ്റവും കൂടുതൽ കാശ് പോകുന്നത്. അത് വേറെ വിഷയം. അപ്പൊ ശരി, തമ്മിൽ തല്ല് ഇവിടെ തൽക്കാലം നിർത്തിയിരിക്കണം. അടുത്ത വീണ്ടും തമ്മിൽ തല്ല ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ പറമ്പിലൊക്കെ തന്നെ വരുന്നതായിരിക്കും. പറമ്പിലിരുന്ന് തമ്മിൽ തല്ലുന്ന പരിപാടി കാണാനൊക്കെ താല്പര്യം ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനലിനകത്ത് എടുത്തിട്ട് ഓക്കെ